ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ ചട്ടിപ്പത്തിരിയാണേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പിടി മല്ലിയില ഇത്രയും നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഞാൻ കുറച്ച് ചിക്കൻ ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തതാണേ. എല്ലില്ലാതെ കുറച്ച് ചിക്കൻ എടുക്കണം. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് നുറുക്കിയെടുക്കാം. കൈകൊണ്ട് നമുക്ക് പിച്ചിയെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും സവാളയും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റുമ്പോൾ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് വഴറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് ചുമന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. ഒരുവിധം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, പിന്നെ ഇച്ചിരി പെരുംജീരകപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. കുരുമുളകാണ് കൂടുതലായിട്ട് ഇടുന്നത് കേട്ടോ. കുരുമുളക് പൊടിയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതത്രയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതാ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ്റെ ഈ എന്താ പറയണ്ട വേവിച്ച് നമ്മൾ പിച്ചി എടുത്ത് വെച്ചില്ലേ, ഇതേപോലെ അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിൽ അടിച്ചാലും മതി. പക്ഷേ മിക്സിയുടെ ജാറിൽ അടിക്കുന്നതിനേക്കാളും ഇതാകുമ്പോഴത്തേക്കും ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും. അപ്പോൾ ഇതും കൂടെ ആയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന മല്ലിയില കൂടെ ചേർത്ത് എടുക്കാം. മല്ലിയിലൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് ഇറക്കി വെച്ചേക്കാം. ഇത്രയും മതിയാവും. ഇനി അത് അടുപ്പിലിരുന്ന് കരിയൊന്നും വേണ്ട. നന്നായിട്ട് അതിൻ്റെ ഈർപ്പെല്ലാം വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനൊരു 3/4 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു കോഴിമുട്ടയും ഒരല്പം ഉപ്പും ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാമേ. തീരെ കട്ടി ആയിപ്പോവരുത്, തീരെ ലൂസായി പോകാനും പാടില്ല. ഒരു മീഡിയം പരുവത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത്രയും പരുവം, ഇതാണ് പരുവം കേട്ടോ. ഈ പരുവത്തിന് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വെച്ചിട്ട് നമ്മുടെ ഈ മാവിൽ നിന്ന് കുറേശ്ശെ കോരി ഒഴിച്ച് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. ഒന്ന് തിരിച്ച് മറിച്ചു വിട്ട് പെട്ടെന്ന് തന്നെ കിട്ടും. അതിനെ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ മാവെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 4 കോഴിമുട്ട എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാമേ. ഇതുപോലൊരു പരന്ന പാത്രം തന്നെ വേണം കേട്ടോ. ഇനി നമുക്ക് ഒരു വലിയ പാൻ എടുക്കുക. കാരണം ഒരു ഉള്ളുള്ള പാൻ എടുത്ത് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം
നമ്മൾ ഈ ചുട്ട് വെച്ചേക്കുന്ന ദോശയിൽ നിന്ന് ഓരോ പീസായിട്ട് എടുത്ത് നമ്മളെ ഈ മുട്ട ഉടച്ച് ചേർത്തില്ലേ, അതിൽ മുക്കിയതിന് ശേഷം ആദ്യം നമ്മുടെ ഫസ്റ്റ് ലെയർ വയ്ക്കുക. ഒരെണ്ണം വെച്ചതിന് ശേഷം കുറച്ച് നമ്മുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അടുത്ത ദോശ എടുത്ത് ഇതുപോലെ അത് നമ്മുടെ മുട്ടയിൽ മുക്കി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചുട്ട് വെച്ചിരിക്കുന്ന എത്ര ദോശയുണ്ടോ അത്രയും നമുക്ക് ഇങ്ങനെ ഓരോ ലെയറായിട്ട് എടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ ലെയറുകളും ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ആ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ചെയ്താൽ മതി, കാരണം ഇച്ചിരി സമയം പിടിക്കും അതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം എല്ലാം ആയിട്ടുണ്ട്. ഇത് അവസാനത്തെ പീസാണേ. അവസാനത്തെ ലെയറും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ അകത്തുള്ള ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഈ ദോശയെല്ലാം വെച്ച് കൊടുക്കേണ്ടത്. അവസാനം ബാക്കി വരുന്ന ആ മുട്ടയുടെ ഇതുണ്ടല്ലോ, അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമ്മുടെ ഗ്യാസ് ഓണാക്കി ഒരു 5 മിനിറ്റ് വെച്ച് വയ്ക്കുക, അടച്ച് വെച്ച് വേവിക്കുക. അതിനുശേഷം നമുക്ക് വേറൊരു പാനിൽ ഇതുപോലെ എണ്ണ തടയതിന് ശേഷം ഇതിലേക്കൊന്ന് കമഴ്ത്തിയിട്ടിട്ട് വീണ്ടും തിരിച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണേ. ദേ ഇങ്ങനെയാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. ദേ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതേ കണ്ടില്ലേ, ഒരുപാട് ലെയറുകളൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുമല്ലോ അല്ലേ, കൂടെ കമൻറ്റും ചെയ്യണം. മറക്കരുത്, പുതിയ ആൾക്കാരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ, സീ യു.